ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ. അപ്പോൾ ഇന്ന് നോമ്പ് 27 നോമ്പ് 27. അതേപോലെ തന്നെ നമ്മുടെ പുണ്യ റമദാനിലെ 2025 പുണ്യ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ നിന്ന് നമ്മളോട് സലാം പറഞ്ഞ് പടിയിറങ്ങിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ ആരൊക്കെ അടുത്ത റമദാൻ ഉണ്ടാവും, ആരൊക്കെ ഉണ്ടാവില്ല എന്നൊന്നും അറിയില്ല. ആർക്കൊക്കെയാണ് ഈ ഒരു റമദാനിൽ നോമ്പെടുക്കാൻ ഭാഗ്യം കിട്ടത്, ആരൊക്കെ ഇനി അടുത്ത് ഉണ്ടാവില്ല ഒന്നും നമുക്കറിയില്ല. ഞാനുണ്ടാവുമോ, നിങ്ങളുണ്ടാവുമോ, ആരൊക്കെ ഉണ്ടാവും നമുക്കാർക്കും അറിയില്ല. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത റമദാനും അങ്ങോട്ടുള്ള റമദാനൊക്കെ ഒരു കുഴപ്പമില്ലാതെ നോമ്പനുഷ്ഠിക്കാനും പെരുന്നാൾ കൂടാനൊക്കെ ഭാഗ്യവും അതിനുള്ള ഒരു ഇതൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇനിയൊരു 3 നോമ്പ് അല്ലെങ്കിൽ 2 നോമ്പ് കൂടി നമ്മളെ മുന്നിലിടുമല്ലേ. അപ്പോൾ 3 നോമ്പ് കിട്ടട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്. പിന്നൊക്കെ പടച്ചവൻ്റെ കയ്യിലാണ്. ചിലപ്പോൾ 29 ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 30 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വിശേഷമൊന്നുമല്ല എന്നാൽ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ തുടങ്ങി വെച്ചിട്ട് ഇന്ന് ഓരോ വർഷം പിന്നിടുകയാണ് അല്ലേ. അതായത് കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ ഒരു കാര്യം തുടങ്ങി വെച്ചിട്ട് എനിക്ക് 1 വർഷം പിന്നിട്ടു, വേറൊരു കാര്യം തുടങ്ങി വെച്ചിട്ട് ഇന്നലെ ആയപ്പോൾ 3 വർഷം പങ്കിട്ടു. അതെന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനത് എൻ്റെ ഫാമിലി എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുമായിട്ട് തന്നെ ഞാൻ നിങ്ങളോടൊപ്പം അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ വാപ്പാടുത്ത് ചോദിക്കാം. വാപ്പാ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഇന്നായപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച ഒരു കാര്യത്തിന് ഇന്ന് 1 വർഷം കുറിച്ചിരിക്കുകയാണ്. അതെ, യൂട്യൂബ് തുടങ്ങിയിട്ട് 1 വർഷമായില്ലേ ഗെയ്സ്. അപ്പോൾ മാഷാഅല്ലാഹ് നമ്മള് അല്ല എനിക്ക് ഇത് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഇതിനെപ്പറ്റി 2 വാക്ക് പറയണമല്ലോ. യൂട്യൂബ് തുടങ്ങിയിട്ട് 1 വർഷമായി. യൂട്യൂബ് തുടങ്ങിയിട്ട് 1 വർഷമായി എന്ന് പറയുമ്പോൾ നമ്മളവിടെ ചിന്തിക്കാനുള്ള, അതായത് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യം, എനിക്ക് വരുമാനം കിട്ടിയിട്ട് 1 വർഷമായെന്നോ, അല്ലെങ്കിൽ തന്നെ അത് അവിടെ ഒരു പ്ലേ ബട്ടൺ ഇരിക്കുന്നുണ്ട് അത് കിട്ടിയിട്ട് 1 വർഷമായെന്നോ, അങ്ങനെയൊന്നുമല്ല എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത. അതായത് നമ്മൾ 5 ആളടങ്ങുന്ന ഫാമിലി ആയിരുന്നു 1 വർഷം മുന്നേ നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞിരുന്നത്, ശരിയല്ലേ? പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ 1 വർഷം, അതായത് ഇന്നായപ്പോൾ 1 വർഷമായെന്ന് പറഞ്ഞല്ലോ, ഈ 1 വർഷം കൊണ്ട് എനിക്ക് കിട്ടിയത് ഏകദേശം 2,10,000-ഓളം പുതിയ ഫാമിലി അംഗങ്ങളാണ്, അഥവാ എൻ്റെ കുടുംബ അംഗങ്ങളെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ശരിയല്ലേ അപ്പം? അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല അടുത്ത വർഷം മാർച്ച് 27 ആകുമ്പോൾ, അതായത് 2025 മാർച്ച് 27 ആകുമ്പോൾ എനിക്ക് വീട്ടിൽ ഇങ്ങനെ ഒരു പ്ലേ ബട്ടൺ ഉണ്ടാവുമെന്നോ, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ നമ്മുടെ വിശേഷങ്ങൾ കേൾക്കാൻ, നമ്മുടെ കാര്യങ്ങൾ കാണാൻ, അല്ലെങ്കിൽ നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ, കൂട്ടി നിൽക്കാൻ, നമ്മളെ സ്നേഹിക്കാൻ, നമുക്ക് ശരിയോ തെറ്റോ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുള്ള വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാനൊക്കെ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ പല രാജ്യങ്ങളായിട്ട് കണ്ടിട്ടായാലും ഒരുപാട് ആൾക്കാർ ഉണ്ടാവുമെന്നൊന്നും ഒരിക്കലും ഞാൻ കഴിഞ്ഞ വർഷം 2024 മാർച്ച് 27 ചിന്തിക്കാത്ത കാര്യമാണ്. പക്ഷേ അൽഹംദുലില്ലാ നമ്മൾ ഈ വീഡിയോ കാണുന്ന, നമ്മളെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടുപോയാൽ നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടും ആ ഒരു അകമഴിഞ്ഞ ആ ഒരു പിന്തുണയെ കൊണ്ട് നമ്മൾ എല്ലാവരും ഏറ്റെടുത്തത് വിജയിപ്പിച്ചത് കൊണ്ട് നമ്മൾ ഇവിടം വരെ ആ ഒരു പ്രയാണത്തിലൂടെ നമ്മൾ ഇതുവരെ എത്തി. അപ്പോൾ ഏതായാലും മാഷാ അല്ലാഹ് 1 വർഷമായിട്ടുണ്ട് നമ്മൾ ഈ ഒരു യൂട്യൂബ് പിന്നെ തുടങ്ങി വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല, ഞാൻ ശരിക്കും ഒരു പ്ലേ ബട്ടൺ നമുക്ക് എന്ന് കിട്ടുമെന്ന് പോലും എനിക്ക് എൻ്റെ ഒരു മനസ്സിൽ കണക്കൂട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വിചാരിക്കുന്നതിനകം വെച്ച് തന്നെ എന്ത് ചെയ്തു, നമുക്കൊരു പ്ലേ ബട്ടനൊക്കെ വന്നു. അതിനകത്തൊരു മേജർ ഘടകം എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഇരിക്കുന്നു, ചക്കരയാണ്. അതായത് അളിയൻ നൗഫലിൻ്റെ ചാനലിൽ നമ്മളെ ഒരുപാട് ഒട്ടുമിക്ക സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് കൂടുതലും. അപ്പോൾ അത് ഞാൻ എടുത്ത് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്ക് 25,000 സബ്സ്ക്രൈബർ ഉള്ളപ്പോൾ ആയിക്കോട്ടെ, 50,000 ഉള്ളതായിക്കോട്ടെ, 1 ലക്ഷം ആയതായിക്കോട്ടെ, ഇനി 2 ലക്ഷം 2.5 ലക്ഷം എപ്പോഴും ആയിക്കോട്ടെ, ഞാൻ എപ്പോഴും ഞങ്ങളുടെ ഫാമിലി ചെറിയൊരു സെലിബ്രേഷൻ പോലെ എപ്പോഴൊക്കെ നമ്മൾ നടത്തുന്നു അപ്പോഴൊക്കെ നമ്മളത് മെൻഷൻ ചെയ്യുക ആ ഒരു കാര്യം. കാരണം നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മെയിനായിട്ട് സബ്സ്ക്രൈബേഴ്സ് വന്നത്, നമ്മളെ സപ്പോർട്ടിങ് വന്നതെല്ലാം നൗഫലിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, ഉമ്മൈമോനും ചാനൽ കണ്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെ അത് പുറത്ത് പറയാനോ, അല്ലെങ്കിൽ 2 ലക്ഷം സബ്സ്ക്രൈബർ അല്ലെങ്കിൽ 10 ലക്ഷം സബ്സ്ക്രൈബർ ആയാലും ഞാൻ ഈ പറയാനുള്ള ഈ ഒരു നന്ദിയും കടപ്പാടും എപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് ഏറ്റവും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നിങ്ങളോട് നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളോട് നിൽക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ നന്ദി പറയണല്ലേ. അമ്മ ഈ ഒരു 1 വർഷം കൊണ്ട് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റം ഉണ്ടായിമ്മ? മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായില്ലേ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതേപോലെ ഇപ്പോൾ ചക്കര കല്യാണം കഴിഞ്ഞുകൊണ്ട് വന്നിട്ട് 1 വർഷമായി, പിന്നെ 1 വർഷമായിലാകാൻ പോകുന്നു. ഇതിനിടയ്ക്ക് അൽഹംദുലില്ലാ ഒരു പുതിയ വണ്ടി എടുത്തു, പിന്നെ അതേപോലെ തന്നെ ഒരു കുഞ്ഞു വാവ വരാൻ പോകുന്നു. ഏതുമ്മ? ആദ്യം നമ്മൾ താഹിറിൻ്റെ മറ്റേ വണ്ടി എടുത്തു, അത് മാറിയിട്ട് ഈ ഒരു വണ്ടി എടുത്തു, പിന്നെ കല്യാണം, കാര്യങ്ങൾ, കുഞ്ഞു, അങ്ങനെ ഒരുപാട്. ഇപ്പോൾ യൂട്യൂബ് വരുന്നതിന് മുന്നേ ആയാലും ശേഷമായാലും ഒരുപാട് പേര് നമ്മളെ അറിയുന്നുണ്ട്, ഒരുപാട് പേര് നമ്മൾ ഇങ്ങോട്ടൊന്നും മിണ്ടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതൊക്കെ മാഷാ അല്ലാഹ് ഭയങ്കര കാര്യം, ഭയങ്കര സന്തോഷമാണ്. ഇത് ഇവിടെ ആയാലും ശരി തന്നെ, ഇവിടെ നാട്ടിൽ അങ്ങോട്ടൊക്കെ പോയാലും ശരി, ഒരുപാട് ആൾക്കാർ നമ്മളെ മനസ്സിലാക്കുകയും അറിയുകയും മിണ്ടാനൊക്കെ വരുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു
ഒരു വർഷത്തിൽ നമ്മുടെ യൂട്യൂബിൽ നിന്ന് വന്ന കുറച്ച് മാറ്റങ്ങൾ അല്ലാതെ കുറച്ച് മാറ്റങ്ങളും അല്ലേ. അപ്പോൾ ഗൈസ് ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇംഗ്ലീഷ് കഫേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രവർത്തിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ആസ്ഥാനമായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഒരു കഴിഞ്ഞ 5 വർഷ കാലയളവായി ഇവരുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഈ ഒരു 5 വർഷ കാലയളവിൽ ഏകദേശം 1 ലക്ഷത്തോളം സ്റ്റുഡൻസ് ആണ് ഇവരുടെ കീഴിൽ ഇംഗ്ലീഷ് പഠിച്ചിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രായമോ അതേപോലെ തന്നെ യോഗ്യതയോ ഒന്നും ഒരു പ്രശ്നമില്ല. നമുക്കിപ്പോ നമ്മൾ ഓരോരുത്തർക്കും ഇംഗ്ലീഷിന്റെ നമുക്കുള്ള നോളജ് എന്ന് പറയുന്നത് പല ടൈപ്പിലായിരിക്കും. അപ്പൊ നമ്മൾക്ക് എത്രമാത്രം ഇംഗ്ലീഷ് അറിയാമോ അല്ലെങ്കിൽ നമ്മളെ എത്രത്തോളം ഇംഗ്ലീഷ് നോളജ് ഉണ്ടോ അതനുസരിച്ചിട്ടാണ് ഇവർ നമ്മൾ ക്ലാസ് എടുത്തിരുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അവര് ജസ്റ്റ് ഒന്ന് തുടക്കം തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സംസാരിച്ച് നോക്കും. അപ്പൊ അവർക്കൊരു ധാരണ കിട്ടും നമുക്ക് എത്രത്തോളം ഇംഗ്ലീഷ് അറിയാമെന്ന്. അതനുസരിച്ച് നമ്മൾ ഓരോ കാറ്റഗറി ആക്കിയിട്ട് നമ്മുടെ ലെവൽ ഏതാണോ അതനുസരിച്ചിട്ടാണ് ഇവർ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇംഗ്ലീഷ് കഫേയിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ചേർന്നുള്ള പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരാൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കായിട്ട് ഒരു ടീച്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരാൾ നിങ്ങളെ ഫുള്ള് കെയർ ചെയ്യാൻ അതേപോലെ തന്നെ നിങ്ങളെ പഠിപ്പിച്ചതിന് വേണ്ടിയിട്ട് ഒരാൾ തന്നെ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും എന്ന് പറയുമ്പോൾ 24 അവർ നിങ്ങളെ കൂടെ തന്നെ അവരുണ്ടാവും. നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള ടൈം ഏതാണോ ആ ടൈമിൽ നിങ്ങൾക്ക് അവരോട് ചോദിച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. ഇപ്പൊ നമുക്ക് ഒരാൾക്ക് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രത്തോളം കോൺഫിഡന്റ് ആണ്. അതായത് നമ്മൾ തെറ്റിയാൽ കളിയാക്കുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ തെറ്റിയാൽ ഒരു ചമ്മൽ വരുമെന്നുള്ള ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്കൊരു ലൈക്ക് എ ഫ്രണ്ടിനെ പോലെ തന്നെ നമുക്ക് അവരോട് സംസാരിക്കാനും നമുക്ക് ഇടപെടാനും ഒരു ഫ്രണ്ട് എന്നുള്ള രീതിക്ക് തന്നെ അവർ നമ്മളെ ഇങ്ങോട്ട് ട്രീറ്റ് ചെയ്യാനും പഠിപ്പിക്കാനും ഒക്കെ അത്രയും നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഒക്കെ അവർ ചെയ്തു തരും. അപ്പൊ നമുക്കും അതൊരു കംഫർട്ടാണ്, പഠിപ്പിക്കുന്നവർക്കും അത് അത്രയും നല്ലൊരു കംഫർട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് പ്രത്യേകം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഒരാൾക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിക്കാണ് അവർ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമറും വൊക്കാബുലറി സ്പീക്കിങ്ങും ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ ഇവർ നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അതായത് നമുക്ക് നല്ലപോലെ സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഇവർ നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നമുക്ക് സംസാരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കോളിംഗ് ആക്ടിവിറ്റി ഉണ്ട്, അതേപോലെ തന്നെ സ്പീക്കിംഗ് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കണ്ട് സംസാരിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഇവരെടുത്തുണ്ട്. നിങ്ങൾക്ക് ഇവരോട് തന്നെ പിന്നെ സൂം മീറ്റ് വഴി സംസാരിച്ചിട്ട് ഇവരോടൊപ്പം തന്നെ ലൈവായിട്ട് സംസാരിച്ചിട്ട് പഠിക്കാനും പറ്റും. ഇത് മാത്രമല്ല ചെറിയ കുട്ടികൾക്കായിട്ടുള്ള ജൂനിയർ കോഴ്സും ഇവരെടുത്തുണ്ട്. അതായത് 47 ദിവസത്തെ ക്ലാസ് ആണ് വരുന്നത്. പിന്നെ ക്ലാസ് മാത്രമല്ല ഇതിന് പുറമെ ടെസ്റ്റ് പേപ്പർ ഉണ്ട്, അതേപോലെ തന്നെ പാരന്റ്സ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവരെടുത്തുണ്ട്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ഓരോ സ്റ്റുഡൻസിനും ISO സർട്ടിഫൈഡ് ആയ കോഴ്സ് കംപ്ലീറ്റേഷൻ സർട്ടിഫിക്കറ്റും ഇവർ തരുന്നതാണ്. ഇപ്പൊ അതേപോലെ തന്നെ ഓരോ കോഴ്സിനും ഓരോ നിശ്ചിത ഡ്യൂറേഷൻ ഉണ്ടാവും, ഓരോ ടൈം പീരീഡ് ഉണ്ടാവും. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യ കാരണം കൊണ്ട് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കോഴ്സ് പിന്നെ കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എക്സ്ട്രാ വാലിഡിറ്റി ടൈം ഉണ്ടാവും. ഈ ഒരു ടൈം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ മുടങ്ങിയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് രണ്ടാമത് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മക്കളെ നിങ്ങളാരും മറക്കണ്ട ഇംഗ്ലീഷ് പഠിക്കാൻ, അതേപോലെ തന്നെ ഈ ഒരു പിന്നെ ഇംഗ്ലീഷ് കഫേയിൽ ജോയിൻ ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ചെക്കൗട്ട് ചെയ്തൊക്കെ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക, ഇംഗ്ലീഷ് പഠിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഞാൻ പിന്നെ ഡേറ്റ് ഇന്ന് മാർച്ച് 27 എന്നാണ് പറഞ്ഞത്. ആ ചെറിയൊരു മിസ്റ്റേക്ക് എന്താണ്, ഇന്ന് മാർച്ച് 28 കേട്ടോ. അപ്പോൾ മാർച്ച് 27 ഉണ്ടായി നമ്മൾ ആ ഒരു ഒന്നാമത്തെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് മാർച്ച് 27 ആയപ്പോൾ 2025 മാർച്ച് 27 ആയപ്പോൾ വേറൊരു കാര്യത്തിൽ നമുക്ക് 3 വർഷം പിന്നിടുകയാണ് അല്ലേ. ആ ഒരു കാര്യം ഉമ്മ പറയട്ടെ. എന്താണ് ഉമ്മ? ആണോ, എന്നാ പിന്നെ ചക്കര തന്നെ പറഞ്ഞു. കുറച്ച് ഉറക്കനെ പറയേ, നിന്റെ ലൈഫിൽ സന്തോഷം വന്നല്ലേ, ഉറക്കനെ അറിയേ. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 3 വർഷം പിന്നിട്ടിരിക്കുകയാണ്. മാഷാ അല്ലാ. മാർച്ച് 27, അതായത് 2022 മാർച്ച് 27 ഞാനും ചക്കരയും തമ്മിലുള്ള നമ്മുടെ ആ ഒരു എൻഗേജ്മെന്റ് ഉറപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ ആയപ്പോൾ എന്തായി, അതിനും 3 വർഷം പിന്നിട്ടു അല്ലേ. പടച്ചോനെ, 3 വർഷമൊക്കെ പോയ പോക്ക് വല്ല ഐഡിയ ഉണ്ടോ? 3 വർഷം ഏതി കൂടെ പോയെന്ന് ഒരു ഐഡിയ ഇല്ല കേസ്. സത്യം പറഞ്ഞാൽ ആ 3 വർഷമൊക്കെ ഏതി കൂടെ പോയി, എതിയാനെ പോയി, എങ്ങനെ പോയി എന്നെങ്കിൽ ഒരു ഐഡിയ ഇല്ല. ഒക്കെ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ പോലെ മനസ്സിലുള്ളത് അല്ലേ. എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങൾ കടന്നു പോണത്. അങ്ങ് പെട്ടെന്ന് കടന്ന് പോവുകയാണ്. ഈ വീട് 22 വർഷം ഒന്നും വേണ്ട. ന്യൂ ഇയർ ആയിട്ട് 3 മാസം ആരെങ്കിലും വിശ്വസിക്കൂ? ന്യൂ ഇയർ ഇന്നാളായിരുന്നു. ചുരുക്കം ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ന്യൂ ഇയർ ഉണ്ടായിരുന്നത്. അത് ഇവിടം വരെ എത്തിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? ഒന്നുമില്ല. കഴിഞ്ഞ നോമ്പ് വന്നിട്ട് ഇപ്പോൾ അടുത്ത നോമ്പ് വന്ന് തീരാറായി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ നമ്മള് അതെ ഹോസ്പിറ്റലിലാണ്. നമ്മളിവിടെ വീട് റിനോവേഷൻ കാര്യങ്ങൾ പെയിന്റിങ് പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഈ ഒരു റമദാൻ സമയത്ത്. കാരണം നമ്മളെ കല്യാണ പാച്ചിലായിരുന്നു കേസില്ലേ, പെരുന്നാൾ പാച്ചിൽ, അതേപോലെ തന്നെ കല്യാണ പാച്ചിൽ കാര്യങ്ങളിലൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ. കഴിഞ്ഞ നോമ്പ് സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് 12 കഴിഞ്ഞ വർഷം മാർച്ച് 12. ഇത് നോമ്പ് പകുതിയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയം എന്ന് പറയുന്നത് അല്ലേ.
അതെ, നോമ്പ് 1-നാണ് ഞാൻ ഗൾഫിൽ നിന്ന് വരുന്നത്, അതായത് മാർച്ച് 12-ന്. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ റമദാൻ പകുതിയായിട്ട് ഇങ്ങനെ വീട് പണിയിൽ നിൽക്കുന്നു, നോമ്പിൻ്റെ ചൂടിൽ നിൽക്കുന്നു. കഴിഞ്ഞ് സാധനങ്ങൾ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ദൂരോട്ടുള്ള കല്യാണ വിളികളൊക്കെ ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പം ഇതിലൊക്കെ കഴിഞ്ഞിട്ട് 1 വർഷം ആയെന്നാണ് ഒരു ചുരുക്കം അല്ലേ? എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നു പോകുന്നതെന്ന് പടച്ചോനെ ഒരു ഐഡിയ ഇല്ല. അതൊക്കെ കിയാമത്താണ് ലക്ഷണമെന്നാണ് പറയുന്നത്. ഈ നോമ്പിനില്ല. അതേപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആരൊക്കെ അടുത്തിലുണ്ടാവുന്നൊന്നും അറിയില്ല. അതേതായാലും എല്ലാവരെയും നിങ്ങളെ എല്ലാം പിന്നെ പടച്ചോന് ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു പ്രശ്നമില്ലാതെ അള്ളാഹു ദീർഘായുസ് തരട്ടെ എന്ന് വിചാരിക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആർക്കും ഒരു കുഴപ്പമില്ലാതെ ദീർഘായുസോട് കൂടി അടുത്ത നോമ്പും എല്ലാം പിടിക്കാൻ പറ്റട്ടെ. അതെ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങള്. അപ്പോൾ ഏതായാലും ഈ ഒരു വിശേഷം നമ്മളിപ്പോൾ നോമ്പായതുകൊണ്ട് അല്ലാതെ നമ്മൾ ആഘോഷിക്കോ സെലിബ്രേറ്റ് ആയിട്ടും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം നോമ്പ് കാര്യങ്ങളൊക്കെ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ആഘോഷിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യം നിങ്ങളോട്ട് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോയുടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.